കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടൻ സാബുവിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. മീഡിയ വണ്ണിന്റെ പേരിൽ പ്രചരിച്ച വ്യാജ വാർത്തയ്ക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് സാബു പറഞ്ഞു. താൻ മണിയെ കാണുമ്പോൾ അദ്ദേഹം മദ്യപിച്ചിരുന്നില്ലെന്ന് സാബു അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അന്ന് രാത്രി മദ്യപിച്ചിരുന്നു? ഞാനോ? അതൊരു വ്യക്തിപരമായ ചോദ്യമല്ലേ. കലാഭവൻ മണി മദ്യപിച്ചിരുന്നു? ഇല്ല, എന്റെ സാന്നിധ്യത്തിൽ മദ്യപിച്ചിരുന്നില്ല. ഇല്ല. അന്ന് അവിടെ വേറെ ആരൊക്കെ? അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എല്ലാവരും രാത്രി 11 പിരിഞ്ഞുപോയി? ഇല്ല, ഞാൻ പോയി. കാരണം എനിക്ക് പിറ്റേന്ന് മാർബൽ സീരീസ് കോളേജിൽ ട്രിവാൻഡ്രത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പിരിഞ്ഞുപോയി. മണിയുടെ ഡ്രൈവർ പീറ്ററായിട്ടാണ് കൊണ്ടുവിട്ടത്. എന്തായാലും നിയമ നടപടി സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയ വണ്ണിന്റെ പേരിൽ വ്യാജ വാർത്ത ദിവസങ്ങളായി പ്രചരിക്കുകയായിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് സാബു ഇന്ന് അന്വേഷണ സംഘത്തിന് മുമ്പാകെ പറഞ്ഞത്? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ച വാർത്തയുടെ കൂടി അടിസ്ഥാനത്തിലാണ് സാബുവിനെ ഇന്ന് അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഏകദേശം 12 മണിയോടുകൂടി തന്നെ സാബു ഇവിടെ എത്തിയിരുന്നു. ഡിവൈഎസ്പി അന്വേഷണ സംഘം തലവൻ തുടർന്ന് എത്തുകയും സാബുവിനെ ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. സാബു അതിനു മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ ഇത്തരത്തിലുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയകളിൽ മീഡിയ വണ്ണിന്റെ പേരിൽ പ്രചരിച്ചതിൽ തനിക്ക് ദുഃഖമുണ്ട്. താൻ അതിനെതിരെ അന്വേഷണ നടപടി സ്വീകരിക്കും. മീഡിയ വണ്ണിന്റെ അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ആയതുകൊണ്ട് തന്നെ താൻ ഇതുമായി ബന്ധപ്പെട്ട് കായംകുളം പോലീസുമായി ഈ കാര്യം കായംകുളം പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും ഉടൻ തന്നെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സാബു ഉൾപ്പെടെ 8ഓളം പേരെ ഇവിടെ പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കലാഭവന്റെ ഡ്രൈവറായിട്ടുള്ള പീറ്ററിനെ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. സാബുവിനെ അന്നേ ദിവസം ഇവിടെ നിന്നും എറണാകുളത്ത് കൊണ്ടുപോയാക്കിയത് പീറ്ററാണെന്നാണ് സൂചന ലഭിച്ചിരുന്നത്. സാബു ആ കാര്യം അംഗീകരിക്കുകയും മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. തന്നെ ഏകദേശം 10 കൂടിയാണ് പീറ്റർ ഇവിടുന്ന് എറണാകുളത്ത് കൊണ്ടുപോയാക്കിയതെന്ന് പറയുന്നു. ഈ 10 വരെ മണി മദ്യപിച്ചില്ല എന്നുള്ള ഒരു നിർണായക വെളിപ്പെടുത്തൽ കൂടി സാബു നടത്തിയിരിക്കുന്നു. അതായത് സാബു തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിൽ നിന്നും പോകുന്ന സമയത്ത് മണി മദ്യപിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഈ മൊഴി തന്നെയാണ് പോലീസിൽ നൽകുക എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടാതെ അന്ന് ദിവസം ശരി ടോബി, കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടൻ സാബുവിനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. തൃശ്ശൂരിലാണ് സാബുവിനെ ചോദ്യം ചെയ്യുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ടോബി ജോൺസൺ.